ഹായ് വ്യൂവേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു ഡിസ്കൗണ്ട് സെയിലാണ് കേട്ടോ. ഇനി ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് പുതുവർഷമൊക്കെ ആവുന്നത് പ്രമാണിച്ച് കുറച്ച് നമ്മുടെ ഐറ്റംസ് ഡിസ്കൗണ്ട് സെയിലിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പുതിയ സ്റ്റോക്ക് എടുക്കാൻ പോകാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടും കൂടിയാണ് നമ്മൾ പുതിയ കളക്ഷൻസ് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിസ്കൗണ്ട് സെയിലിൻ്റെ കളക്ഷൻസ് കാണിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്കും ഒരു ഉപകാരമാണ്, എനിക്കും ഒരു ഉപകാരമാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഡിസ്കൗണ്ട് സെയിൽ ഇടുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് സെയിലിൻ്റെ പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്, നമ്മുടെ ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത് ഒരുപാട് നാളത്തെ നമ്മുടെ പ്രൊഡക്റ്റുകളല്ല, നമ്മുടെ കയ്യിൽ 1-2 പീസുകളൊക്കെ ആക്കി ബാലൻസ് ഒക്കെ വരുമ്പോൾ നമ്മളതങ്ങനെ ഒരു ഡിസ്കൗണ്ട് സെയിൽ അങ്ങനെ ഇടുന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കൗണ്ട് സെയിലിൻ്റെ ഐറ്റംസ് ഇടാറുള്ളതാണ്. അപ്പം കുറേ പേര് അങ്ങനെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ ഐറ്റത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ഈ ഒരു എന്താ പറയുക, ഒരു ആഘോഷത്തിൻ്റെ സമയത്ത് നമുക്കൊരു ഓഫർ പ്രൈസിൽ കുറച്ച് ഐറ്റംസ് കിട്ടുക എന്ന് പറയുന്നതും ഒരു നല്ല കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ പ്രമാണിച്ചാണ് കേട്ടോ. പിന്നെ എൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ഛർദി തന്നെയാണ്. ഇടയ്ക്ക് പോയി ട്രിപ്പൊക്കെ ഇടേണ്ട അവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഛർദി എനിക്ക് എന്താ പറയുക, ചോദിക്കുന്നവർക്ക് പോലും ഇങ്ങനെ ഛർദി ഇല്ല എന്നാണ് പറയണം. പലവിധ മാർഗങ്ങളും ആരണ്ടൊക്കെ യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ കമൻറ്റിൽ. അപ്പോൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പിന്നെ ചില ദിവസങ്ങളിൽ ഇത്തിരി ശാന്തത കിട്ടുമ്പോഴാണ് ഞാൻ എന്നാൽ വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോസിന് ഇത്തിരി ലെങ്ത് ഉണ്ടാവും. പിന്നെ ഞാനിതിൻ്റെ പ്രൈസും ഇതിൻ്റെ സൈസ് ഏതൊക്കെ അവൈലബിൾ എന്നുള്ളത് സ്ക്രീനിൽ കാണിക്കാം. എനിക്കെല്ലാം കൂടി ഓർത്ത് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് നോക്കാം കേട്ടോ. അപ്പം നേരെ നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഷർട്ട് ടൈപ്പാണ് കേട്ടോ. ഇതിലെല്ലാത്തിൻ്റെയും ഓരോ പീസസൊക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. എനിക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, ഇതിൻ്റെ ലെങ്ത് എത്രയാണ്, അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരുപാട് നേരം ഒരു എൻക്വയറിക്ക് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ചോദിക്കാനുള്ളത് പെട്ടെന്ന് ചോദിക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബിലുള്ളതാണ്. പിന്നെ നമുക്ക് ഓരോന്നിനും വീണ്ടും വീണ്ടും ഡിസ്ക്രിപ്ഷൻസ് പറയാൻ തുടങ്ങിയാൽ ലെങ്തി ആവുന്നതുകൊണ്ടാണ്. പിന്നെ എനിക്ക് അത്രയും പേർക്ക് ഓർത്ത് വെക്കാനും പറ്റില്ല കേട്ടോ. ഇത് ഒരു ഷർട്ടാണ്. നമ്മൾക്ക് ജീൻസിനോ അല്ലെങ്കിൽ സ്കേർട്ടിനോ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്കേർട്ടാണ്, ഷർട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്. നല്ല രസമുള്ളൊരു ബ്ലാക്കും റെഡും വൈറ്റും കൂടെ ഉള്ളൊരു ഇത് കേട്ടോ. അങ്ങനെ വരും. നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഷർട്ട്, നോർമൽ ഷർട്ട്, റയോണാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. 399 ആണ് റേറ്റ് വരുന്നത്. പിന്നെ സൈസും പ്രൈസും ഇവിടെ എഴുതിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു പാറ്റേൺ. വീണ്ടും വീണ്ടും പറയണോ, 1-2 പീസുകൾ മാത്രമാണ് ഇതിൻ്റെയൊക്കെ ബാലൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതും വരുന്നത് ഒരു ഇത് നേവി ബ്ലൂ ആണെന്ന് തോന്നുന്നു. നേവി ബ്ലൂവിൽ ഇങ്ങനെ ഒരു പ്രിന്റ്, നല്ല രസമാണ് കേട്ടോ എല്ലാം കാണാനായിട്ട്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. എപ്പോഴും അങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അടുത്ത ഒരു സൈസ് കൂട്ടിയെടുക്കാൻ നോക്കാം കേട്ടോ. സൈസിൻ്റെ കേസിലൊന്നും നമുക്ക് റിട്ടേൺ ഇല്ല. ഡിസ്കൗണ്ട് സെയിലിന് ഓൾറെഡി നമുക്ക് റിട്ടേൺ പോളിസി ഇല്ലാത്തതാണ്. നമുക്ക് നോർമലുള്ളത് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമാണ് റിട്ടേൺ പോളിസി ഉള്ളത് കേട്ടോ. ഇങ്ങനെ പൂക്കളുടെ പ്രിൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റം, നല്ല രസമാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എല്ലാം സെയിം. ഇവിടെ ബട്ടൺസ് കൊടുത്തിട്ടുള്ളതാണ്. എല്ലാ ബട്ടൺസും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. പുറകുവശം ഇതെല്ലാം സെയിമാണ്. അടുത്തത് വരുന്നത് വെസ്റ്റേൺ വെയറിൻ്റെ ലെവലിലുള്ളതാണ് കേട്ടോ. ഇതൊരു ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയലാണ് കേട്ടോ. അങ്ങനെ വരും. ഈ ബട്ടൺസ് ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു ഷോക്ക് വെച്ചിട്ടുള്ള മെറ്റീരിയൽ വൈസ് അടിപൊളിയാണ്. ഒരു ഇമ്പോർട്ടഡ് ക്ലോത്താണ്, നമ്മുടെ നാടനല്ല. കുറച്ച് സോഫ്റ്റാണ്, കുറച്ച് എന്താ പറയുക, ഒരു സിൽക്കി ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ്. അത് എക്സാക്റ്റ് കാണുമോയെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇതൊരു ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ. ഇങ്ങനെ വരും. നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ വെയർ ചെയ്യാം. ജീൻസിന് ഇത്തിരി ലെങ്ത് ഉള്ള ടൈപ്പ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇത് ഈസി ആയിട്ട് വെയർ ചെയ്യാം കേട്ടോ.
ഇനിയല്ല ഇത് നിങ്ങൾക്ക് ലെഗിൻസിൻ്റെ കൂടെയോ പലാസോൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. സ്ലിറ്റഡ് ആണ് കേട്ടോ, വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പുറകുവശത്തെ എങ്ങനെ ഇതൊരു ലൈറ്റ് ആഷ് കളറാണ്. അതിൻ്റെ തന്നെ പിങ്ക് ഷെയ്ഡിൽ വരുന്നത്. ഇതൊക്കെ വെസ്റ്റേണിൽ വരുന്നതാണ് കേട്ടോ. പക്ഷെ നല്ല ട്രെൻഡി ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നത്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബ്ലാക്ക്, പ്യോർ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല. കണ്ടോ, ഇതിനകത്ത് നമുക്കൊരു ആ സിൽക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഷൈനിങ് ഉള്ളത് ഇങ്ങനെ വരും കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ എടുക്കുന്നത് രാവിലെ ഒരു 9:30 തൊട്ട് വൈകുന്നേരം ഒരു 5:30, 6 ആ റേഞ്ച് വരെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഷോപ്പിൽ നിൽക്കുന്ന കൊച്ചാണ് ഓർഡർ എടുക്കുന്നത്. ആള് വൈകുന്നേരം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർഡർ എടുക്കൽ വളരെ കുറവാണ്. അപ്പോൾ അതിന് ശേഷമുള്ള എൻക്വയറികൾക്ക് പിറ്റേ ദിവസം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. ആദ്യം വന്നതിനനുസരിച്ച് തന്നെ ഓർഡറിൽ കേട്ടോ. ഡിസ്കൗണ്ട് സെയിലിൻ്റെ ഇത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് കറക്റ്റ് ഏതാണോ വേണ്ടത് അതിൻ്റെ സൈസും കൂടി പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഓർഡർ ക്ലോസ് ചെയ്യാൻ പറ്റുമല്ല. നിങ്ങൾ സൈസൊന്നും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളുടെ എൻക്വയറി ആയിരിക്കും തുറക്കുള്ളൂ. പിന്നെ നിങ്ങളുടെ വരുന്ന ടേൺ അനുസരിച്ചാണ് അതിന് റിപ്ലൈ വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായി ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാം. ഓക്കെ, ഇത് ബ്ലാക്കാണ്. എല്ലാം സ്ലിറ്റഡ് ആണ്. ഇച്ചിരി കട്ടി എന്താ പറയുക, ഒരു സോഫ്റ്റ് സിൽക്കി എന്നല്ല പറയാം, ഒരു ഷൈനിങ് ഉള്ള ഒരു തരം മെറ്റീരിയലാണ് കേട്ടോ. അതിൻ്റെ ഗ്രീൻ ഷെയ്ഡ്, ലൈറ്റ് ഗ്രീൻ. ഇവിടെ മാത്രം 2 ബട്ടൺ അടുപ്പിച്ച്, പിന്നെ നോർമലി ഇങ്ങനെ കുറച്ച് സാധാരണ ലെങ്ത്തിലാണ് പോയിട്ടുള്ളത്. ഇങ്ങനെ വരും. അതിൻ്റെ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്ന, നേവി ബ്ലൂ ലാവണ്ടർ ആ ഒരു മിക്സാണ് കേട്ടോ. എക്സാക്റ്റ് ഒരു നേവി ബ്ലൂ അല്ല ഇതിൽ, എക്സാക്റ്റ് ഒരു നേവി ബ്ലൂ പോലെ തോന്നുന്നു. പക്ഷെ ഒരു ചെറുതായിട്ടൊരു വയലറ്റ്, ഒരു ലാവണ്ടർ ഷെയ്ഡ് കൂടി ചേർന്നിട്ടാണ് വരുന്നത് കേട്ടോ. സ്ലീവ് ഇങ്ങനെ മടക്കി വെച്ച ടൈപ്പ് പോലെയാണ്. ഒരു ദിവസം എന്താ ഇങ്ങനെ വരും. എൻ്റെ തന്നെ നമ്മുടെ ഒരു ഡെനിം കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളർ കേട്ടോ. എല്ലാ കളേഴ്സിലും 1-2 പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു സെറ്റ് കഴിഞ്ഞു. ആ ഒരു പാറ്റേൺ ഇനി കാണിക്കുന്നത് ഇതും ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വരുന്നതാണ്. ഇതെങ്ങനെ വരും. ഇത് മെറ്റീരിയൽ വൈസ് അടിപൊളിയാണ് കേട്ടോ. ഒരു കോളർ നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സിൽവർ ബട്ടൺ പോലത്തെ ഒരു ബട്ടൺ കൊടുത്തേക്കാണ്. ഇതിൽ ഒരു ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അല്ല, ഒരു ബട്ടൺ അല്ല, 2 ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടത്തെയും ഒരെണ്ണമുണ്ട് കേട്ടോ. അങ്ങനെ 2 ബട്ടൺ ഓപ്പൺ ചെയ്തിട്ട് തലവഴിക്കടുത്താണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു സ്മോക്കി വർക്ക് പോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ ഇച്ചിരി വണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് വലിച്ചൽ കിട്ടും. എന്നിട്ട് പിന്നെ നോർമൽ ഇങ്ങനെ വരും. ഇതിൻ്റെ അകത്ത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് ഉണ്ട്. ആ സ്മോക്കി വർക്കിൻ്റെ ഇത് പുറകോട്ട് ഈ ഒരു സൈഡിലും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ജീൻസിന് ടോപ്പായിട്ട് ഇടുക, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ടീനേജേഴ്സിന് വെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ലെങ്ത്ത് വരുമ്പോൾ നോർമൽ ഒരു 45 ഉണ്ടാവില്ല, ഒരു 40-42 ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ലെങ്ത്ത് അറിയണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് ചോദിക്കുക കേട്ടോ. ഇത് നേവി ബ്ലൂവിൽ ഇങ്ങനെ ഒരു ചെറിയ പ്രിൻ്റ്, നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത്. നേവി ബ്ലൂ ഷെയ്ഡാണ്. അടുത്തത് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. നല്ല ഭംഗിക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം നല്ല ട്രെൻഡി ആയിട്ട് തന്നെ ഇടാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ഗ്രേ കളറാണ്. ശരിക്കും വെസ്റ്റേൺ വെയർ ആണ്. ഇതൊക്കെ നല്ല ബ്രാൻഡഡിൽ വരുന്ന ക്ലോത്താണ്. നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു ലെവലിൽ നിൽക്കുന്നത്. അതിൻ്റെ ക്ലോത്ത് ഒക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ
കൈ പിടിച്ച് കാണുന്ന ഒരു ഫീല് കിട്ടില്ല. അല്ലെങ്കിൽ പറയാൻ പറ്റാവുന്ന രീതിയിൽ ഞാൻ പറയാണ് കേട്ടോ. അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡ്. മെറൂൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു മെറൂണല്ല, സിമ്പിളായിട്ടുള്ളൊരു മെറൂൺ. അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ്, നല്ലൊരു ഗ്രീനാണ് കേട്ടോ. അപ്പം അതിൻ്റെ 4 കളറാണ് കേട്ടോ. ഇതെല്ലാം എന്താ പറയുക, LXL ആ സൈസിൽ ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. LXL എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടുള്ളവർക്ക് ഇടാം. XXL ആ ഒരു വലിയ സൈസാരും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇതും വരുന്നത് ഒരു വെസ്റ്റേൺ വെയർ പോലത്തെയാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ട് ഇങ്ങനെ പ്രിൻസസ് കട്ടിൽ. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് വെയർ ചെയ്ത് വരുന്നത് കേട്ടോ. അത് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രിൻസസ് കട്ടിലാണ് പോയിട്ടുള്ളത്. 2 സൈഡിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലല്ല, ഒരു സൈഡിലാന്ന് തോന്നുന്നു പോക്കറ്റ്. ഒരു സൈഡിലാണ് പോക്കറ്റ്, റൈറ്റ് സൈഡിലാണ് പോക്കറ്റ്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അതിനകത്ത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ആണ് ഇതിൻ്റെ ഡിസൈൻ വർക്ക് വരുന്നത്. ഇവിടെ വരെ വന്നിട്ട് താഴെ ഇച്ചിരി ഭാഗം സ്ലിറ്റഡ് ആണ് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ലൈനിങ് ഇല്ലാന്ന് വിചാരിച്ച പ്രശ്നമൊന്നുമില്ല, കാരണം അതിൻ്റെ ഒരു മെറ്റീരിയൽ അങ്ങനത്തെ ഒരു കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ. ഇതെങ്ങനെ വരും കേട്ടോ, ഒരു എന്താ പറയുക, സാധാരണ ഒരു ഖാദിയുടെയൊക്കെ പോലത്തെ ഒരു കോട്ടൺ അല്ലേ, അങ്ങനത്തെ ഒരു കോട്ടൺ ടൈപ്പാണ് കേട്ടോ. ഇവിടെയും പുറകുവശവും ഇതുപോലെ പ്രിൻസസ് കട്ടിൽ പോലെ തന്നെ ഇങ്ങനെ ഷേപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഓഫ് വൈറ്റിൽ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന കളറ്. സൈസ് ഇവിടെ നോക്കാം കേട്ടോ, ഏതൊക്കെ സൈസാണ് ഉള്ളതെന്ന്. അതിൻ്റെ തന്നെ ആ സെയിം മെറ്റീരിയലിൽ കളറും പ്രിന്റ് ചെറിയൊരു വ്യത്യാസമായിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഓഫ് വൈറ്റിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. നല്ല ഷേപ്പിലൊക്കെ കിടക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് 1 സൈഡ് പോക്കറ്റാണ്, അതിൻ്റെ സെയിം ഫീച്ചർ തന്നെയാണ് കേട്ടോ. ഇതെങ്ങനെ വരും, ഇവിടെ ഒരു ചെറിയ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം തലവഴി കടത്താനായിട്ട്. എന്നിട്ട് ഇതുപോലൊരു ലൈൻ സ്ട്രക്ചറിലാണ് അതിൻ്റെ ഒരു കട്ടിങ് വരുന്നത്. ലൈൻ പോലെ വരും. എന്നിട്ട് പക്ഷെ താഴെ ഒരു ഇച്ചിരി ഭാഗം മാത്രം ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. നോർമൽ ഇവിടെ നിന്നുള്ള സ്ലിറ്റ് അല്ല, താഴെ ഒരു ഇച്ചിരി ഭാഗം മാത്രം കേട്ടോ. പുറകുവശം ദേ ഇങ്ങനെ വരും. നല്ല മെറ്റീരിയലാണ് കേട്ടോ, ഇടാൻ നല്ല രസമാണ്. ഓക്കെ, ഇത് 2 കളർ ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത് വന്നിട്ടുള്ളത് ഒരു അനാർക്കലി ടൈപ്പാണ് കേട്ടോ. ഒരു ക്രീം ഷെയ്ഡിൽ നല്ല രസമുള്ളൊരു വൈറ്റല്ല, ഒരു പിങ്ക് ഷെയ്ഡ്, പിങ്കും ഗ്രീനും റെഡും കൂടി ഉള്ള ഡിസൈനാണ് ഇവിടെ വറുത്ത്. ചെറിയ ചെറിയ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. നമുക്ക് വേണമെങ്കിൽ അതൊരു ക്രിസ്മസ് ഫംഗ്ഷനൊക്കെ അത്യാവശ്യം ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു ഐറ്റമാണ്. പക്ഷെ എക്സാക്റ്റ് വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും. അനാർക്കലിയാണ് കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്. 49-50 ഇഞ്ച് ലെങ്ത് വരും. നല്ല ഭംഗിയാണ്, നമുക്ക് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു 6 ആഗ് ടൈപ്പിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേമാതിരി ചെറിയൊരു ഭാഗം സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പുറകുവശം നമുക്ക് ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ പ്ലെയിൻ ആയിട്ടുള്ള ഈ 6 ആഗിൻ്റെ പോർഷൻ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് കേട്ടോ. ഇവിടെ പ്ലെയിൻ, പിന്നെ 6 ആഗ്, പിന്നെ വീണ്ടും പ്ലെയിൻ, വീണ്ടും 6 ആഗ്, അങ്ങനെയാണ് താഴത്തേക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് അനാർക്കലി. നല്ല രസമുള്ളൊരു അനാർക്കലിയാണ് കേട്ടോ. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. അടുത്തത് വരുന്നത് ഒരു ബ്ലാക്കും മെറൂണും കൂടിയുള്ളൊരു ഫ്രോക്ക് ടൈപ്പ് പോലത്തെ റൈറ്റായിട്ട്. അതിനകത്ത് ഇതെങ്ങനെ ഒരു
സ്ലീവ് അല്ല, നെക്കിൻ്റെ ഈ ഭാഗം ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ്, അജ്രക്കിൻ്റെ പോലത്തെ ഒരു ഇത്. താഴത്തേക്ക് ബ്ലാക്ക് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. ചെറിയ ഭാഗം ഇങ്ങനെ ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും. ഒരു ഫ്രോക്ക് ടൈപ്പാണ് കേട്ടോ. സ്ലീവ് വരുന്നത് പഫ് സ്ലീവാണ് കേട്ടോ. പഫ് സ്ലീവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത്ത്, ഇവിടെ എൽബോ വരെ ലെങ്ത്ത് കിട്ടുന്ന ടൈപ്പിലുള്ള ഒരു ഫ്രോക്കാണ്. പ്രകാശിൻ്റെ ഇങ്ങനെ വരും കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഈ ഭാഗം കോട്ടൺ ആണ് കേട്ടോ. താഴെയാണ് ബ്ലാക്കാണ് ജോർജറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു നെക്ക് വരുന്ന പാറ്റേൺ ആണിത്. ഇതെങ്ങനെ വരും. എൻ്റെ ഈ ഭാഗം ഇതുപോലെ നേരത്തെ കൊടുത്തിട്ടുള്ള മാതിരി തന്നെ അതൊരു ഹക്കോബയുടെ ഒരു വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഹക്കോബയുടെ ഒരു ചെറിയ പീസ്. കോട്ടണാണ്, ഫുൾ കോട്ടണാണ്. ഇങ്ങനെ വരും. എന്നിട്ട് സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയ വരുന്നത്. സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. സ്ലീവിൻ്റെ എൻഡിൽ അതുമാതിരി തന്നെ ഹക്കോബ ആ ഒരു സ്റ്റൈലിൽ വരുന്ന ആ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഭാഗം മടക്കി ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ള ആ സ്റ്റൈലാണ് കേട്ടോ. ഇങ്ങനെ വരും. കോട്ടൺ ആണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കോട്ടൺ കുർത്തിയാണ്. ഈ ഒരു കളറിൻ്റെ ഒരു ലൈറ്റ് വേർഷനാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് അതിനകത്തേക്ക് വരുന്ന ഒരു കളറാണ്. അടുത്ത് വരുന്നത് നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. ഒരു ബ്ലൂ ഷെയ്ഡ്, നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇങ്ങനെ ഒരു നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഒരു ചെറിയ പിങ്ക് കളറിലുള്ള ഡിസൈൻ വർക്കാണ് പോയിട്ടുള്ള. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. നല്ലൊരു കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. എന്നിട്ട് ഇതവിടെ ഇങ്ങനെ കുറച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചൈനീസ് കോളർ പോലത്തെ ഒരു ഇതാണ്. നല്ല സ്റ്റൈലായിട്ടും സ്റ്റാൻഡേർഡായിട്ടും ഇടാൻ പറ്റുന്ന റേറ്റാണ് കേട്ടോ. പുറകുവശം എന്താ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. നല്ല കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ വർക്ക് വരുന്ന ഒരു പിങ്ക് കളറൊക്കെ, പിങ്ക് അല്ല ഒരു മജന്ത പർപ്പിളിഷ് ആ ഒരു കളർ, അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബോട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. നല്ല രസമാണ് കാണാൻ. അടുത്ത് വരുന്നത് ഇതെങ്ങനെ വരും. ഒരു എന്താ പറയുക, ആലിയ കട്ട് മോഡലാണ് കേട്ടോ. ആലിയ കട്ടിൽ ഇതെങ്ങനെ ഒരു 6 ആഗ് പാറ്റേണിലാണ് ഇതിൻ്റെ യോക്ക് ഏരിയ പോയിട്ടുള്ളത്. താഴത്തേക്ക് ഈ ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ഇതിങ്ങനെ വരും. ഒരു സിൽക്കി ടൈപ്പാണ് കേട്ടോ. കോട്ടണിൽ തന്നെ ഒരു കോട്ടൺ സിൽക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഷൈനിങ് ഉണ്ട് ഇതിന്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഒരു മസ്ലിനിലേക്കൊക്കെ വരുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ലെവലിലാണ് കേട്ടോ. അത് നല്ല ഒരു കോമ്പിനേഷനാണ്. ഇവിടെ ചെറിയ 6 ആഗ് ഡിസൈനാണ് പോയിട്ടുള്ള വീനക്കാണ് വരുന്നത്. നമുക്ക് ഡെയിലിയൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴേ ഇങ്ങനെ മാറി മാറി ഇടാൻ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. ലൈനിങ് ഉണ്ട്. ലൈനിങ് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ. ഇങ്ങനെ വരും. പുറകുവശം വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു ഫുള്ള് ഈ ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ഇവിടെ 6 ആഗിൻ്റെ ആ ഒരു ഇതില്ല. സ്ലീവ് ഫുള്ള് ആ ഒരു 6 ആഗ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈപ്പാണ് കേട്ടോ. ഇത് ജോർജറ്റാണ് ടൈപ്പ് വരുന്നത്. നല്ല രസമുള്ള ഒരു വെസ്റ്റേൺ വെയർ പോലത്തെ ഒരു കുർത്തിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പട്ട പോലെയൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഉണ്ടോ, 47 ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. ജോർജറ്റിൽ ഇങ്ങനെ ചെറിയ പ്രിൻ്റായിട്ട്, പിന്നെ ഇങ്ങനെ നമ്മളെന്താ പറയുക, ബട്ടർഫ്ലൈ സ്ലീവ് ഇല്ലേ, അതിൻ്റെ തന്നെ 2 ലെയറിലാണ് ഇങ്ങനെ പോയിട്ടുള്ളത് കേട്ടോ. ഇവിടെ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ഇതിങ്ങനെ ബട്ടർഫ്ലൈ സ്ലീവ് ഇങ്ങനെ ഭംഗിക്ക് ഇങ്ങനെ കിടക്കുന്ന ഒരു ടൈപ്പാണ്. ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇതിൻ്റെ തന്നെ വേറെ കളറുണ്ട്. ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഈ യെല്ലോക്കാളും ഇച്ചിരി കൂടി വ്യത്യാസമുണ്ട്. ഒരു ഗ്രീനിഷാണ് ഇതിൽ കൂടുതൽ. ഇത് പക്ക യെല്ലോ ആണ്. ഇതൊരു ഗ്രീനിഷ് സെയിം ആണ് കേട്ടോ.
ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ബട്ടർഫ്ലൈ സ്ലീവ് ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 2 ലെയറിലാണ് കൊടുത്തേക്കണം. നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ പറ്റും. ഇതൊരു ഫ്രീ സൈസാണ്. ഇതിൽ എക്സലിന് എഴുതിക്കണം. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസാണെന്ന് നമുക്കറിയാമല്ലോ. എനിക്ക് തോന്നുന്നത് ഒരു ML ആ ഒരു സൈസുകാർക്കാണ് പറ്റുക. എക്സൽ എക്സാക്റ്റ് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വണ്ണമൊന്നും വെച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോൾ വെയിറ്റ് കുറയാണ് ചെയ്തിരിക്കുന്നത്. അത് കാരണം വലിയ മാറ്റമൊന്നും വരാൻ വഴിയില്ല. ഓക്കെ, ഇത് ആ ഗ്രീൻ ഷെയ്ഡാണ്. ഇനി ഇതിൻ്റെ പിങ്ക് ഷെയ്ഡുണ്ട്. ഇതാണ് പിങ്ക് ഷെയ്ഡ് കേട്ടോ. ഇതിൽ കാണുന്നതിനേക്കാൾ ഇച്ചിരി കൂടി ഡാർക്കാന്ന് തോന്നുന്നുണ്ട്. ഇതിൽ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇത്തിരി കൂടി ഡാർക്കാണ് കേട്ടോ കളറ്. ഓക്കെ, അതിൻ്റെ ബ്ലൂ ഷെയ്ഡ്. എല്ലാ കളേഴ്സും നല്ല കളേഴ്സാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നമുക്ക് ജസ്റ്റ് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരും. പുറകുവശം എന്താ ഇങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ 4 കളേഴ്സ്: യെല്ലോ, ഗ്രീൻ, പിങ്കും ബ്ലൂ. അടുത്ത് വരുന്നത് ഒരു പോൾക്ക ഡോട്ട്സിൽ വരുന്ന ഒരു ഓഫ് വൈറ്റ് കളറിൽ ഫ്രോക്കാണ് കേട്ടോ. ഇങ്ങനെ വരും. പഫ് സ്ലീവാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഇവിടെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വള്ളി പോലെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്ക് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതും ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ പോൾക്ക ഡോട്ട്സിൻ്റെ. എന്നിട്ട് താഴെ ഒരു ഇച്ചിരി ഭാഗം ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ആ ഒരു ഫ്രോക്കിന് സാധാരണ കൊണ്ടുവരാറുള്ള അതേ പാറ്റേൺ. ഉള്ളിൽ ക്രേപ്പിൻ്റെ നല്ല ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നല്ല പ്രൈസിലും ആണ് ഇത് ഒക്കെ വരുന്നത്. മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം. ഇനി കുറച്ച് ഹാൻഡ് വർക്കുകളുള്ള കളക്ഷൻസ് കാണിക്കാം കേട്ടോ. കോട്ടണാണ്. ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് എക്സാക്റ്റ് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഈ വർക്കുമൊക്കെ തന്നെയാണ് ആ ഹാൻഡ് വർക്കും മിറർ വർക്കും. ഇവിടെയൊക്കെ ഹാൻഡ് വർക്കാണ്. റെയിൻബോ ബീഡ്സിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ. ഇതെല്ലാം റെയിൻബോ ബീഡ്സിൻ്റെ വർക്ക് വെച്ചിട്ടുള്ളത്. ഇവിടെ വരെ എല്ലാ ലൈനിലും ഇതിൽ എല്ലാ ലൈൻസിലും ബീഡ്സ് വർക്കാണ് ചെയ്തേക്കുന്നത്. നല്ല രസമുള്ള ഒരു ബ്ലാക്കിൽ ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ പോണ പാറ്റേൺ ആണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഓരോ ലൈനിലും മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. മിറേഴ്സിന് ചുറ്റും പിങ്ക് കളറിലുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. കോട്ടൺ ആണ്. സ്ലിറ്റഡ് ആണ് കേട്ടോ. ലൈനിങ്ങോട് കൂടി വരുന്ന നല്ല കട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. അടുത്ത് വരുന്നത് ആലിയ കട്ടിലാണ് കേട്ടോ. ആലിയ കട്ടിൽ നല്ല ഹെവി ആയിട്ട് ഇതുമാതിരി മിറേഴ്സും ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും ഒക്കെ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഇതിങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ 2 സൈഡിലേക്ക് ഇങ്ങനെ ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടുള്ള ഫ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. മെറൂൺ കളറും ഇതൊരു ബ്ലൂ കളറാണ്. ഈ പാച്ച് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ കേട്ടോ. പുറകുവശം ലൈൻ സ്ട്രക്ചറിലാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. സ്ലീവിൻ്റെ എൻഡിൽ ആ സെയിം പാച്ച് വർക്ക് കേട്ടോ. നല്ല ലൈനിങ്ങോടൊക്കെ കൂടിയാണ്. നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റ് ആലിയ കട്ട് കുർത്തിയാണ്. അടുത്തത് വരുന്നത് സ്ലബ് സിൽക്കിലാണ്. ഇങ്ങനെ വരും. സ്ലബ് സിൽക്കിൽ നല്ല രസമുള്ളൊരു നേവി ബ്ലൂ ആണ് കളർ കേട്ടോ. നേവി ബ്ലൂ പാച്ചും നേവി ബ്ലൂ ടോപ്പ് മൊത്തത്തിലും പാച്ച് വർക്ക് വരുന്നത് ഒരു ബ്രിക്ക് റെഡ് കളറിലേക്കാണ്. ഇതിനകത്ത് ഈ വട്ടത്തിൽ ബീഡ്സ് വർക്കും അതിന് ചുറ്റും മിറേഴ്സും അതിന് ചുറ്റും ബീഡ്സ് വർക്കാണ്. റെയിൻബോ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. മിറേഴ്സ് എല്ലാം തന്നെ ഒറിജിനൽ മിറേഴ്സ് ആണ് കേട്ടോ. ഈ സ്ലബ് സിൽക്കിൻ്റെ ഐറ്റംസ് എടുക്കുമ്പോൾ നിങ്ങൾ ഒരു സൈസ് കൂട്ടിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അത് നമുക്ക് അല്ലെങ്കിൽ ഒരു പിടുത്തം വരും. കാരണം അത് വെച്ചാൽ കട്ടുള്ള ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. സ്ഥിരം എടുക്കുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും. എന്നാലും ഞാൻ പറയണ നോർമൽ കോട്ടൺ കുർത്തി അല്ലെങ്കിൽ ജോർജറ്റ് കുർത്തി ഒക്കെ എടുക്കുന്ന പോലെയല്ല ഇതിനൊരു പിടുത്തം ഉണ്ടാവും.
എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇട്ടുമ്പോൾ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നല്ല കളറാണ് കാണാൻ, നല്ല രസമുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്, സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയ വരുന്നത് കേട്ടോ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ഇതെങ്ങനെ വരും പുറകുവശം കേട്ടോ. ഇതാണ് ശരിക്കും കളർ വരുന്നത്. നല്ല കരിഞ്ഞ നേവി ബ്ലൂ അല്ല, ഒരു റോയൽ ബ്ലൂ ടു നേവി ബ്ലൂ ആ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. അടുത്തത് വരുന്നത് നല്ല രസമുള്ളൊരു ലെമൺ യെല്ലോ കളറിൽ വരുന്ന ഒരു കോട്ടൺ ആലിയ കട്ട് കുർത്തിയാണ് കേട്ടോ. അതിനകത്ത് ഈ വർക്കാണ് നല്ല രസം. ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ വേറൊരു കളറും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടിയത് നമുക്ക് ഈ ഒരു കളറായിരുന്നു. ഇതിൽ 1-2 പീസാണ് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ്, ഫുൾ കോട്ടൺ. അതിനകത്ത് എന്നിട്ട് ആലിയ കട്ടിൻ്റെ ഡിസൈനിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ഫ്ലീറ്റ്സ് കൊടുത്ത് നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. പുറകുവശം വരുന്നത് പ്ലെയിൻ, അതായത് പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലീറ്റ്സ് ഒന്നും ഇല്ലാണ്ട് എ ലൈൻ സ്ട്രക്ചറിൽ ഇങ്ങനെ വരും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വീവിങ് ആണ് പോയിട്ടുള്ളത്. ഈ വൈറ്റിൻ്റെ ഇതൊക്കെ ഒരു വീവിങ് ആണ് കേട്ടോ. അത് നല്ല ഒരു റിച്ച് ലുക്കാണ് അതിനകത്ത് ആ വർക്ക് കാണാനായിട്ട്. ഫുൾ കോട്ടൺ, ഉള്ളിൽ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ. അതിൽ കുറച്ച് അധികം പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ അന്ന് ആ ഒരു സമയത്ത്. ഇങ്ങനെ ചെക്ക് പാറ്റേണിന് ഭയങ്കര ഡിമാൻഡായിരുന്നു ആ സമയത്ത് നമുക്ക്. അപ്പോൾ അതിൽ കുറച്ച് പീസസാണ് അവൈലബിൾ ആയിട്ടുള്ള. ഈ ഭാഗം നമ്മുടെ നല്ല രസമുള്ള ചെറിയ പ്രിൻറ്റിൽ പോണ അജ്രക്കിൻ്റെ വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫുള്ളായിട്ട് മിറേഴ്സ് കൊടുത്തിട്ട് അതിന് ചുറ്റും ബീഡ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മെറൂൺ കളറും താഴത്തേക്ക് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ചെക്കാണ് കേട്ടോ. ഗ്രീനും ബ്ലാക്കും കൂടി വരുന്ന ചെക്ക് പാറ്റേൺ ആണ്. താഴെ എന്നിട്ട് ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രമാണ് ബോർഡർ വർക്കുള്ള, പുറകിലേക്കില്ല. നല്ല രസമുള്ള വലിയ പാനൽസ് ചെയ്തിട്ടുള്ള നമ്മൾ കൊണ്ടുവരാറുള്ള പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടണ. മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. പുറകുവശം ഇങ്ങനെ വരും. 2 സൈഡിലേക്കും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ എൻ്റെ ഒരു ചെറിയ ലൈനിങ്ങും ഉണ്ടാവും. ഇതും വരുന്നത് പാനൽ കട്ടില്. ഇത് ഫുൾ അജ്രക്കിൻ്റെ ഒരു പ്രിന്റ് വരുന്ന ഫുൾ സെയിം അല്ല, പാച്ചിൻ്റെ അവിടെ ചെറിയ പ്രിന്റ് വ്യത്യാസമുണ്ട്. കളർ സെയിം ആണ്, ബ്ലൂ തന്നെയാണ്. അജ്രക്കിൻ്റെ തന്നെ ചെറിയ വേറൊരു പാച്ച് വർക്കാണ്. സെയിം വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ഇവിടുത്തെ നല്ല ചെറിയ പ്രിൻ്റാണ്. സ്ലീവിൻ്റെ എൻഡിൽ ആ ഒരു പാച്ച് വർക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. 2 സൈഡിലേക്കും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ഉള്ളിൽ ചെറിയൊരു ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാനൽസ് എന്ന് പറഞ്ഞാൽ അറിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഓരോ പാനലായിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിക്കാണ് ചെയ്തിട്ടുണ്ടാവുക. പാനൽ കട്ടിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ് എപ്പോഴും. നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ നല്ല ഓഫർ പ്രൈസിലാണ് ഇടുന്നത്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. ഇനി ഒരു ടോപ്പ് ബോട്ടം സെറ്റ് വരുന്നതാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, നല്ലൊരു ക്യാപ്സൂൾ റയോൺ എന്നൊക്കെ പറയുന്ന ഒരു റയോൺ മെറ്റീരിയലാണ്. വീനക്ക് ഹൈനെക്കിലാണ് പോയിട്ടുള്ളത് കേട്ടോ. ചെറിയൊരു ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു ആഷ് കളറിൽ വരുന്നതാണ്. അങ്ങനെ വരും. ഇതാണ് ടോപ്പിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. സ്ലിറ്റഡ് ആണ്, വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ. ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ഇച്ചിരി കട്ടിയുള്ള റയോണാണ്. നോർമൽ നമ്മളൊരു ഡെയിലി വെയറിന് കൊണ്ടുവരുന്ന ടൈപ്പിലുള്ള റയോൺ അല്ല, ഇച്ചിരി കൂടി കട്ടിയുള്ള നല്ലൊരു റയോൺ കുർത്തിയാണ്. ഇതാണ് അതിൻ്റെ ബോട്ടം. ഫ്രണ്ട് പോർഷൻ ഒരു പടി പോലെ, പുറകുവശം ബാൻഡാണ് ഇലാസ്റ്റിക്കാണ് കേട്ടോ. ഇലാസ്റ്റിക്കിൻ്റെ നടുക്ക് കൂടെ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് 1 സൈഡ് പോക്കറ്റ് ഉണ്ട്.
നല്ല ഉള്ളിലേക്ക് കിടക്കുന്ന തരത്തിൽ പോക്കറ്റിന് ഡെപ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് പാൻറ് വരുന്നത്. നമുക്കങ്ങനെ പിടുത്തമുള്ള ടൈപ്പ് ഒന്നുമല്ല പാൻറ്. നല്ല കംഫർട്ടായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാൻറ്റാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ടോപ്പ് ബോട്ടം സെറ്റാണ് കേട്ടോ അത് വരുന്നത്. നല്ല പ്രൈസിലാണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. എല്ലാതും സൈസും പ്രൈസും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ എടുക്കുക. വീഡിയോ ഫുൾ കണ്ടിട്ട് ഓർഡർ എടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും അറ്റ് എ ടൈമിൽ തന്നെ ക്ലോസ് ചെയ്യാം. ഒരെണ്ണെടുത്ത് മേടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ മേടിക്കേണ്ടെന്നല്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ചിലർ പെട്ടെന്ന് തന്നെ വരാറുണ്ട്. ആരും പിന്നെ ഓർഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ മിസ് കോൾ അടിക്കരുത്. കോൾ എടുക്കാൻ നമുക്ക് ആ സമയത്ത് പറ്റില്ല. കോളുകളെല്ലാം കട്ട് ചെയ്യാനേ നിർവാഹമുള്ളൂ. വീഡിയോസിന് നിങ്ങൾക്ക് തന്ന ഓർഡർ, അതായത് നിങ്ങളിങ്ങനെ വീഡിയോ കണ്ടു വന്ന ഓർഡർ അനുസരിച്ച് ആദ്യം വന്നത് തന്നെയാണ് നമ്മളിവിടെ ഓർഡർ എടുക്കുക. അപ്പം റിപ്ലൈ ഇല്ലല്ലോ, കിട്ടിയില്ലല്ലോ, വീണ്ടും ഹായ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജ് വീണ്ടും മേലേക്ക് പോവുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതും അതിൻ്റെ സൈസും കൂടി ചോദിക്കുക. നമ്മൾ ആദ്യം വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ തരും. പിന്നെ ഒരു ഐറ്റം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിത്തിൻ ഒരു 15 മിനിറ്റ് അതിനുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ആൾക്ക് എൻക്വയറി കൊടുത്തു പോകും. നിങ്ങൾ അതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം അല്ലെങ്കിൽ നമ്മളങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. ബാക്കി എല്ലാ പ്രൊസീജിയറും നമ്മൾ പണ്ട് പറയാറുള്ള പോലെ തന്നെയാണ്. നമ്മൾ DTDC പോസ്റ്റൽ വഴിയാണ് ചെയ്യുന്നത്. നമുക്ക് പോസ്റ്റലിന് നമുക്ക് ചെറിയ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. DTDC വഴി നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾക്ക് പോസ്റ്റലിന് ഷിപ്പിംഗ് ചാർജ് എന്ന്. അത് പലരും പല രീതിയിലാണ്. നമുക്ക് പോസ്റ്റൽ സർവീസ് നമ്മുടെ തൊട്ടടുത്തുള്ളടത്ത് പാഴ്സൽ സർവീസ് എടുക്കില്ല. അപ്പോൾ നമ്മൾ മെയിൻ ബ്രാഞ്ചിലാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പോസ്റ്റലിന് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. DTDC ആണെങ്കിൽ അവരിവിടെ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെയുള്ള ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി നമ്മുടെ ഒരു ഇത് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു രീതി നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസും കാര്യങ്ങളും ഷിപ്പിംഗ് ചാർജും ഒക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.